BJP ക്രൈസ്തവ കാൻഡിഡേറ്റ്സിനെ നിർത്തി എന്നുള്ളത് സത്യമാണ്. അഭൂതപൂർവമായ ഒരു എണ്ണം ഈ BJP കാൻഡിഡേറ്റ്സിൽ ക്രിസ്ത്യൻസിന് വന്നത് ഞങ്ങളും ശ്രദ്ധിച്ചിരുന്നു. അത് അവരുടെ സഭ അവരോട് ആവശ്യപ്പെട്ടതുകൊണ്ട് അവർ ചെയ്തതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മറിച്ച് അവർക്ക് അവരുടെ മേലുള്ള ചില ലേബലുകൾ മാറ്റിയെടുക്കാൻ അവരാഗ്രഹിക്കുന്നു. അവരുടെ ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങളാണ്. അവർ ഒരു ക്രിസ്ത്യൻ അലയൻസ് അവരാഗ്രഹിക്കുന്നുണ്ട് എന്ന് അവരുടെ പല പ്രസ്താവനകളിലും നിലപാടുകളിലും നമ്മൾ മനസ്സിലാകുന്നുണ്ട്. നമുക്ക് BJPയെ ഞങ്ങളൊരിക്കലും തൊട്ടുകൂടാത്ത പാർട്ടിയായിട്ടോ എന്തോ ഭീകരപ്രസ്ഥാനമായിട്ടൊന്നും ഞങ്ങളാരും കരുതുന്നില്ല. പക്ഷേ ഉത്തരേന്ത്യയിൽ ക്രൈസ്തവ മിഷണറിമാർ അനുഭവിക്കുന്ന പീഡനങ്ങൾ, വേദനകൾ, അവർക്ക് ഇപ്പോൾ ഇതുപോലൊരു ലോവയിട്ടോ അല്ലെങ്കിൽ സിസ്റ്റേഴ്സിന് അവരുടെ ഉടുപ്പിട്ടോ നടക്കാൻ മേലാത്ത സാഹചര്യങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കതിൽ ദുഃഖമുണ്ട്. നമുക്ക് ജാർഖണ്ഡിൽ 2 സിസ്റ്റേഴ്സ് ഇവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. കണ്ടമാനിലെ കലാപം, ഒറീസയിലെ പ്രതിസന്ധികൾ, ഇതെല്ലാം ഞങ്ങളെ ഭാരപ്പെടുത്തുന്നതാണ്. ഈ ക്രിസ്തു മതവുമായിട്ടുള്ള സൗഹാർദ്ദം എന്ന് പറയുമ്പോൾ അത് കേരളത്തിൽ മാത്രമായിട്ടൊരു സൗഹാർദ്ദത്തെക്കുറിച്ച് BJP ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല. അത് ഒരു ദേശീയ തലത്തിൽ തന്നെ ഈ പ്രതിസന്ധിയെ കാണണം, അതിന് പരിഹാരങ്ങൾ ഉണ്ടാകണം. അങ്ങനെയുണ്ട് എങ്കിൽ മറ്റേതൊരു രാഷ്ട്രീയ പാർട്ടിയോടും കാണിക്കുന്ന തുറന്ന മനസ്സ് ഇവിടുത്തെ ക്രൈസ്തവ സഭയ്ക്ക് BJPയോട് കാണിക്കുന്നതിനും എതിരൊന്നുമില്ല. പക്ഷേ ആ പ്രദേശങ്ങളിലെല്ലാം അവർ പലപ്പോഴും എന്നോട് സംസാരിക്കുമ്പം പറയാറുണ്ട്, അത് ഒറ്റപ്പെട്ട സംഭവങ്ങൾ പർവ്വതീകരിക്കപ്പെടുകയാണ്. ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് എങ്കിലും, കാരണം അവിടെയൊക്കെ ക്രിസ്ത്യാനികൾ വളരെ വിരലിലുണ്ടാവുന്നതേ ഉള്ളൂ. അവരുടെ സ്ഥാപനങ്ങളിലേക്കെല്ലാം ഈ അനധികൃതമായി കടന്നു കയറുക, അതെല്ലാം തല്ലിപ്പൊളിക്കുക, നശിപ്പിക്കുക, ദേവാലയങ്ങൾക്ക് തീയിടുക, അതുപോലെ ഒരു തിരുവസ്ത്രം ധരിച്ചുകൊണ്ട് സിസ്റ്റേഴ്സിന് നടക്കാൻ മേലാത്ത സാഹചര്യം ഉണ്ടാവുക. ഇതൊക്കെ ഈ രാജ്യത്ത് ഞങ്ങൾ ആരുടെയും ഔദാര്യം ചോദിക്കുന്നതല്ല, ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യമാണ്. ആ ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തും എല്ലാ പൗരന്മാർക്കും. എല്ലാവർക്കും ആ തുല്യനീതി എന്ന ആ ഒരു ഭരണഘടന വിഭാവനം ചെയ്യുന്ന സ്വാതന്ത്ര്യം ഉറപ്പുവരുത്താൻ രാജ്യം ഭരിക്കുന്ന കക്ഷി തയ്യാറായാൽ തീർച്ചയായും അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള സമീപനങ്ങൾ ക്രൈസ്തവ പക്ഷത്തു നിന്നുണ്ടാകുമെന്ന് തന്നെയാണ് എൻ്റെ വിചാരം. ഈ BJP ഭരിക്കുന്ന ഇന്ത്യയിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി സേഫ് അല്ല എന്നൊരു തോന്നലുണ്ടോ? സേഫ് അല്ല എന്ന തോന്നലൊരു ജനറൽ പ്രസ്താവനയായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് പല സംഭവങ്ങളും ഇത്തരത്തിലുള്ള സംശയങ്ങൾക്ക് ഇടവരുത്തുന്നു എന്നുള്ളത് വസ്തുതയാണ്. ആ വസ്തുതകൾ നമ്മൾ കണ്ടില്ല എന്ന് വയ്ക്കുന്നതിൽ അർത്ഥമില്ല. തെറ്റിനെ തെറ്റ് എന്ന് വിളിക്കാൻ ക്രിസ്തു ഞങ്ങളെ പഠിപ്പിച്ച കാര്യമാണ്. ടു കോൾ എ സ്പെയ്ഡ് എ സ്പെയ്ഡ്. ഇത് മതപരമായ വിവേചനമാണ് എങ്കിൽ വിവേചനമാണ് എന്ന് തന്നെ പറയാൻ ഞങ്ങൾ ആരെയും ഭയപ്പെടാറില്ല. അതിനുവേണ്ടി ഉണ്ടാകുന്ന നഷ്ടങ്ങളെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കാറുമില്ല. അതുകൊണ്ടാണ് സിസ്റ്റർമാർ അനധികൃതമായി അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ കേരളത്തിലെല്ലാവരും തന്നെ ശക്തമായി പ്രതിഷേധിച്ചു. അതിൻ്റെ മുൻനിരയിൽ പ്രസംഗിച്ചവരിൽപ്പെട്ടയാളാണ് ഞാനും. അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഈ ഭരണഘടന സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വാതന്ത്ര്യം എല്ലാവരും ഉറപ്പുവരുത്തും. അത് ഭരണകർത്താവിൻ്റെ ഉത്തരവാദിത്വമാണ്. അത് വീഴ്ച വരുത്താൻ പാടില്ല. ഒരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ, ഇപ്പം നമ്മൾ ലെഫ്റ്റും കോൺഗ്രസുമായിരുന്നല്ലോ കേരളത്തിൽ. ഇപ്പോൾ ഒരു 3ാം മുന്നണി BJPയുടെ നേതൃത്വത്തിൽ ഒരു 3rd ഫ്രണ്ടും സ്ട്രോങ് ആയിട്ട് വരുന്നു. അപ്പോൾ അതിന് നമ്മൾ കേൾക്കുന്നത് ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഇൻക്ലൂഡിങ് ദ പ്രീസ്, അവർ ഒരു വാമിങ് അപ്പ് ടു BJPയോട് എങ്ങനെയാണ് BJPയുടെ? അത് വാസ്തവത്തിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ ഞങ്ങൾ കൊടുത്തിരിക്കുന്ന പരിശീലനം അതിൻ്റെ ശരിയും തെറ്റും മനസ്സിലാക്കാനും അത് മനസ്സിലാക്കി ഉത്തരവാദിത്വ ബോധത്തോടെ തീരുമാനമെടുക്കാനും ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന ആത്മവിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ വോട്ടെടുപ്പിൻ്റെ തലേ ദിവസം മെത്രാനിച്ചം പറയേണ്ട കാര്യമില്ല, നീ ഇന്നവർ കൂട്ടിയ, അവരത് പ്രതീക്ഷിക്കുന്നുമില്ല. ഞങ്ങളത് പറയാൻ അവർ പ്രതീക്ഷിക്കുന്നില്ല. മറിച്ച് ഞങ്ങൾ അവർക്ക് കൊടുത്ത പരിശീലനത്തിലൂടെ അവർക്കറിയാം
ഈ സാഹചര്യത്തിൽ ഏത് മുന്നണിയാണ് ഗുണകരമായത്, ആ രീതിയിലുള്ള അവരുടേതായ ചോയ്സുകൾ അവർ നടത്തുന്നതിനെ ഞങ്ങൾ വിലയിരുത്താറുണ്ടെന്നുള്ളത് സത്യമാണ്. അല്ലാതെ ഇത്തവണ ഇടതുമുന്നണിക്കാണ് നമ്മൾ വോട്ട് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞ് ക്രിസ്ത്യാനികളെല്ലാം കൂടെ ഇടതുമുന്നണിക്ക് വോട്ട് ചെയ്യുകയും ഇത്തവണ കോൺഗ്രസ്സിനാണെന്ന് പറഞ്ഞ് ക്രിസ്ത്യാനികളെല്ലാം കൂടെ കോൺഗ്രസ്സിന് ചെയ്യുക, ഒരു തവണ BJP കൊടുത്താലോ എന്ന് വിചാരിച്ച് എല്ലാവരും BJP കൊടുക്കുക, അങ്ങനെ ചിന്തിക്കുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ ട്രെയിൻ ചെയ്യപ്പെട്ട ഒരു സമൂഹമല്ല ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി. വാസ്റ്റ് മജോറിറ്റി ഓഫ് ദം ആർ വെൽ എഡ്യൂക്കേറ്റഡ്. അവർക്ക് വസ്തുതകളെ വിലയിരുത്താനും നിലപാടുകൾ സ്വീകരിക്കാനും അവകാശമുണ്ട് എന്ന് ചിന്തിക്കുന്നവരാണ് ഞങ്ങൾ സഭാ നേതൃത്വം. അതുകൊണ്ട് പണ്ട് കാലത്തൊക്കെ അങ്ങനെ പറഞ്ഞിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ സഭാ നേതൃത്വം ഇന്നവർക്ക് വോട്ട് കൊടുക്കണം എന്ന് പറയാറില്ല, മറിച്ച് ഞങ്ങൾ ഒബ്ജക്റ്റീവായ ചില കാര്യങ്ങളെ വിലയിരുത്താറുണ്ട്. ഇപ്പോൾ വന്യമൃഗ വിഷയം വന്നു, റബ്ബറിൻ്റെ വിലയിടിവിനെക്കുറിച്ച് കർഷകരുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഞങ്ങൾ സംസാരിക്കുന്നത് അത് ഇവിടുത്തെ ഇപ്പോൾ വന്യമൃഗത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു, ഞങ്ങൾ ഉന്നയിച്ച വാദങ്ങളിൽ പലതുമാണ് കേരള സർക്കാർ വന്യജീവി നിയന്ത്രണ ബില്ലായിട്ട് കൊണ്ടുവന്നപ്പോൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നു. കാട് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത പന്നിയെ കാട്ടുപന്നി എന്ന് വിളിക്കാൻ പാടില്ല, ഫോറസ്റ്റ് കണ്ടിട്ടേ ഇല്ല. കർഷകൻ്റെ കൃഷിഭൂമിയിൽ പെറ്റുവരിക ഈ പന്നി എങ്ങനെയാണ് കാട്ടുപന്നിയാകുന്നത്? അത് ഞങ്ങൾ ഉന്നയിച്ച അടിസ്ഥാന ചോദ്യമാണ്. അത്തരം വിഷയങ്ങളെ അത് നടപ്പിലാകുമോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു വിഷയം. അത് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ മുൻകൈയെടുത്ത് ആ വിഷയങ്ങൾ ഉൾപ്പെടുന്ന ഒരു ബില്ല് നിയമസഭയിൽ അവതരിപ്പിച്ച് പാസ്സാക്കി എന്ന് പറയുന്നത് ഞങ്ങൾ ഉയർത്തുന്ന വാദമുഖങ്ങളെ ഇവിടെ രാഷ്ട്രീയ നേതൃത്വം ഗൗരവമായി കാണുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ്. അതിൻ്റെ പേരിൽ എല്ലാവരും ആ മുന്നണിക്ക് വോട്ട് ചെയ്യണമെന്നൊന്നും ഞങ്ങൾ പറയുകയല്ല, മറിച്ച് ഈ നിലപാടുകൾ എവിടെ സ്വീകരിക്കപ്പെടുന്നു, എവിടെയാണ് ഈ നിലപാടുകൾ തിരസ്കരിക്കപ്പെടുന്നത്, അത്തരം കാര്യങ്ങളെ വിലയിരുത്താൻ ഈ കമ്മ്യൂണിറ്റിക്ക് കഴിവുണ്ട്. അത് വന്യമൃഗശല്യത്തിൽ ഇപ്പം ക്രൈസ്തവർ അനുഭവിക്കുന്ന പല അവഗണനകളെക്കുറിച്ച് പഠിക്കാനാണ് JB കോശി കമ്മീഷൻ വെച്ചത്. ആ കമ്മീഷൻ്റെ റിപ്പോർട്ട് കിട്ടിയിട്ട് 3 വർഷം കഴിഞ്ഞു, ഇതുവരെയും അത് വെളിച്ചത്ത് വന്നില്ല. അവിടെ എന്നാ ഉണ്ടായിരുന്നതെന്ന് അടുത്ത തെരഞ്ഞെടുപ്പ് വരാൻ പോകും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ് അത് വെച്ചത്. 2ാം തെരഞ്ഞെടുപ്പ് വരുന്നു, എന്നിട്ട് അത് വെളിച്ചത്ത് വീഴുന്നില്ല. അതിൻ്റെ കാരണം എന്തായിരിക്കാമെന്ന് പിതാവ് ആലോചിച്ചിട്ടുണ്ടോ? അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ക്രൈസ്തവർക്ക് അനുകൂലമായ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ആ കമ്മീഷൻ്റെ അതിനകത്ത് കാണുമല്ലോ. അപ്പോൾ അത് നടപ്പിലാക്കിയാൽ മറ്റേതെങ്കിലും സമുദായത്തിൻ്റെ വോട്ട് കുറഞ്ഞു പോകുമോ എന്ന ഭയം, അതായിരിക്കും അതിൻ്റെ കാരണമെന്ന് ഞാൻ വിചാരിക്കുന്നു. പലപ്പോഴും രാഷ്ട്രീയ കക്ഷികൾ ഒബ്ജക്റ്റീവായി കാര്യങ്ങളെ വിലയിരുത്തുന്നതിന് പകരം അവർക്ക് ഗുണകരവും നേട്ടവും ഉണ്ടാക്കുന്ന രീതിയിൽ മാത്രം തീരുമാനങ്ങളെടുക്കുകയും വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രം അടിസ്ഥാന വിഷയമാവുകയും ചെയ്യുമ്പോൾ ഇങ്ങനത്തെ പല രീതിയിലുള്ള അന്യായങ്ങൾ സമൂഹത്തിൽ സംഭവിക്കും. അത്തരത്തിലുള്ള നിലപാടുകൾ ഞങ്ങളുടെ സമൂഹത്തിലെ അംഗങ്ങൾ കാണുകയും വിലയിരുത്തുകയും ചെയ്യും. അതാണ് ഞങ്ങളെപ്പോഴും ഈ സാമൂഹിക വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത്. അത് ഞങ്ങളുടെ ഒരു പൊളിറ്റിക്കൽ ഫോർമേഷനും കൂടിയാണ്, ഞങ്ങളുടെ കമ്മ്യൂണിറ്റിക്കുള്ള പൊളിറ്റിക്കൽ ഫോർമേഷൻ. ഇനിയാൾ വോട്ട് ചെയ്യണമെന്ന് ഞങ്ങൾ ഒരിക്കലും പറയാറില്ല, പക്ഷേ നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയാണെന്ന് നമ്മുടെ സമുദായത്തെ ബോധ്യപ്പെടുത്തും. ആ പ്രതിസന്ധികളെ ആരൊക്കെ എങ്ങനെയൊക്കെ അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളത് ഞങ്ങളുടെ സമൂഹം വിലയിരുത്തുകയും അതിനനുസരിച്ച് വോട്ട് ചെയ്യുകയും ചെയ്യും. സഭയ്ക്ക് BJPയോട് ഒരു ഇൻക്രീസിങ് അഫിനിറ്റി നമ്മൾ ഈയിടെയായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. പ്രത്യേകിച്ചും തൃശ്ശൂർ സുരേഷ് ഗോപിയുടെ വിജയം, അവിടെ ഒരുപാട് കാത്തലിക് വോട്ട്സ് ലഭിച്ചതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് സുരേഷ് ഗോപി അവിടെ ജയിക്കുന്നത്. എന്നാൽ ഈ റീസെൻറ്റ് LSG ഇലക്ഷൻസിൻ്റെ റിസൾട്ട് നോക്കിയാൽ ആ ക്രിസ്ത്യൻ വോട്ടുകൾ, പ്രത്യേകിച്ചും കാത്തലിക് വോട്ട്സ് ഒക്കെ തിരിച്ചു പിന്നെയും കോൺഗ്രസിലേക്ക് തന്നെ തിരിച്ചു പോയതായിട്ട് കാണുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു മാറ്റത്തെ സഭ ഒബ്സർവ് ചെയ്തിരുന്നോ? അത് ഇത് കേട്ടാൽ തൃശ്ശൂർ ക്രിസ്ത്യാനികൾ മാത്രമാണ് വോട്ട് ചെയ്തതെന്ന് വരും. അല്ല, ക്രിസ്ത്യാനികൾ അഡീഷണലി വോട്ട് ട്രഡീഷണലി വോട്ട് ചെയ്തത് ഈ ഇവർക്കായിരുന്നു എന്ന് പറയുന്നതും ഒരു പരിധിവരെ ശരിയാണ്. UDFനായിരുന്നിരിക്കാം. ആ ക്രിസ്ത്യാനികൾ ഇത്തവണ UDFന് വോട്ട് ചെയ്തില്ല, പകരം അത് BJPക്കാണ് വോട്ട് ചെയ്തത്.
ക്രിസ്ത്യൻ വോട്ടുകളാണ് BJPയിലേക്ക് പോയത് എന്ന് സ്ഥാപിക്കാൻ നമ്മുടെ ഡേറ്റകളൊന്നുമില്ല. നമ്മുടെ കയ്യിലുള്ള ഡേറ്റകൾ അത് കൃത്യമായി അനലൈസ് ചെയ്താൽ മനസ്സിലായി. ചിലപ്പോൾ അവിടെ നിർത്തപ്പെട്ട കാൻഡിഡേറ്റുകളോടുള്ള പ്രതിഷേധം ഉണ്ടായിരിക്കും. അതല്ല എങ്കിൽ അവിടെ ഈ ആൻറ്റി ഇൻക്യുംബൻസി ഫാക്ടേഴ്സ് അവിടെ സംഭവിച്ചിട്ടുണ്ടാകും. ആരാണ് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തത്, ആ വോട്ട് ചെയ്തെങ്കിൽ ചത്തത് കീചകനാണെങ്കിൽ കൊന്നത് ഭീമസേനാണ്, BJP ജയിച്ചുവെങ്കിൽ അത് ക്രിസ്ത്യാനി വോട്ട് ചെയ്തിട്ടാണ് എന്ന ഒരു എളുപ്പ വഴിയിൽ ക്രിയയിൽ അത് മുന്നണികളുടെ സ്വയം തിരുത്താനുള്ള കഴിവില്ലായ്മയെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്തിട്ടുണ്ടാകും. സുരേഷ് ഗോപി എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും നോക്കിക്കാണുന്ന ഇഷ്ടപ്പെടുന്ന ഒരു നേതാവായിരിക്കും. പ്രത്യേകിച്ച് സിനിമാ ഫീൽഡിനുമായി ഇഷ്ടപ്പെടുന്നവർ സുരേഷ് ഗോപി ഇഷ്ടപ്പെടുന്നവരുണ്ടാകും. അതുകൊണ്ട് അത് സഭയൊന്നാകെ സുരേഷ് ഗോപിക്ക് പിന്തുണച്ചെന്നോ ക്രിസ്ത്യാനികളെല്ലാം അങ്ങയുടെ BJPയിലേക്ക് ചേർന്നുവെന്നോ വിലയിരുത്താൻ ആ ഒരു വിജയം നിമിത്തമാകുന്നില്ല എന്നാണ് എൻ്റെ സുചിന്തിതമായ വിലയിരുത്തൽ. സുരേഷ് ഗോപിയുടെ വിജയത്തിൽ സഭയ്ക്ക് യാതൊരു ക്രെഡിറ്റും ഇല്ല എന്നാണ്. സഭ അങ്ങനെ ക്രെഡിറ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത് അദ്ദേഹത്തിൻ്റെ വിജയം, ആ ക്രെഡിറ്റ് അദ്ദേഹത്തിന് തന്നെ ഇരിക്കട്ടെ. കേരളം ലെഫ്റ്റും കോൺഗ്രസും മാറി മാറി ഭരിക്കുന്നത് സ്റ്റേറ്റാണ്. അപ്പം ഈ സഭയ്ക്ക് തോന്നിയിട്ടുണ്ട് ഇതൊരു ലെഫ്റ്റ് ഭരിക്കുമ്പോഴാണ് ഒരു പ്രോ ക്രിസ്ത്യൻ, കോൺഗ്രസ് ഭരിക്കുമ്പോഴാണ് കൂടുതൽ പ്രോ ക്രിസ്ത്യൻ മെഷേഴ്സ് ഉണ്ടാവുന്നത്, ഒരു സ്റ്റാൻഡ് ഉണ്ടാവുന്നത്. അങ്ങനെ വല്ല ഒരു പ്രോ ക്രിസ്ത്യൻ സ്റ്റാൻഡ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല ആരിൽ നിന്നും. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ വഴിവിട്ട് എന്തെങ്കിലും മേടിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലോ, ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ. വാസ്തവത്തിൽ ഇവിടുത്തെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അന്യായമായി ഒന്നും നേടിയെടുക്കാൻ താല്പര്യമില്ലാത്തൊരു സമൂഹമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രോ ക്രിസ്ത്യൻ ആകണം എന്ന് ഞങ്ങൾ ദേ ഷാൽ നോട്ട് ബി ആൻറ്റി ക്രിസ്ത്യൻ എന്ന് മാത്രമേ ഞങ്ങൾ ഡിമാൻഡ് ചെയ്യാറുള്ളൂ. അങ്ങനെ ക്രിസ്തീയ വിരുദ്ധത ഉണ്ടാകാൻ പാടില്ല. ക്രിസ്ത്യാനികൾക്ക് അവകാശപ്പെട്ടത് നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടാകരുത്. അവർക്ക് ജനസംഖ്യ ആനുപാതികമായി കിട്ടേണ്ട കാര്യങ്ങൾ അവർക്ക് കിട്ടണം. അത്തരം വിഷയങ്ങളിൽ ഞങ്ങൾ സംസാരിച്ചത് വസ്തുതാപരമായി തന്നെയാണ്. ഇപ്പം ഈ ന്യൂനപക്ഷ അവകാശങ്ങൾ 80-20% എന്നുള്ളത് അന്യായമാണ് എന്ന് ഹൈക്കോടതി പറഞ്ഞു. ഹൈക്കോടതി അത് അന്യായമാണ് എന്ന് പറയുന്നതിൻ്റെ കാരണം ഈ ക്രിസ്ത്യാനികളുടെ ജനസംഖ്യയും ഇതര ന്യൂനപക്ഷങ്ങളുടെ ജനസംഖ്യയും തമ്മിൽ ഉള്ള അനുപാതം അനുസരിച്ച് വേണം ഈ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാൻ എന്ന് പറയുന്നത് ഭരണഘടനാപരമായ ഒരു നീതി ഉറപ്പാക്കലാണ്. ആ നീതി ഉറപ്പാക്കൽ ഞങ്ങൾ ചോദിക്കുന്നു. ഞങ്ങൾ ചോദിച്ചത് ഞങ്ങൾക്ക് ഇത്രയും കാലം വേറെ ആർക്ക് കൊടുത്തല്ലോ, ഇനി ഞങ്ങൾക്ക് കുറേ കാലം 80% തരണമെന്നല്ല ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ആ കോടതി പറഞ്ഞ നിയമം അനുസരിച്ച് ഇനി മുതൽ കാര്യങ്ങൾ ചെയ്യണം എന്ന് നമ്മൾ പറയും. അതുപോലെ തന്നെ ചില സുപ്രധാന വകുപ്പുകൾ അത് ഏതെങ്കിലും ഒരു സമുദായത്തിൻ്റേതായി കൊണ്ട് നടക്കാതെ അവയെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ തന്നെ കൈകാര്യം ചെയ്യും. ഇപ്പം മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്ക് കുറേ കൂടി വിശാലമായ ഒരു ചിന്താ ഫ്രെയിംവർക്ക് അതിൽ ചെയ്യുവാണെങ്കിൽ കുറേ കൂടി നീതിനിഷ്ഠമായ കാര്യങ്ങൾ നടപ്പിലാകും എന്നാണ് വസ്തുത. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കോൺഗ്രസ്, മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് അല്ലെങ്കിൽ CPM, അവർ പ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്യുമ്പോൾ കുറേ കൂടി പക്ഷപാതരഹിതമായി കാര്യങ്ങൾ പോകാറുണ്ട്.